Dear students, welcome to English class. Today it is the 8th standard. The boy who drew cats. പൂച്ചയെ വരച്ച കുട്ടി. ലാസ്റ്റ് പാർട്ടാണ്. അത് നിർത്തിവെച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് എടുത്തത്. 8ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസം തോന്നുന്ന ഭാഗമാണ്. പക്ഷെ മാഷ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പലയാവർത്തി അത് എടുക്കാനുണ്ട്. അത് 8ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചാൽ പിന്നെ 9ും 10ും നമുക്ക് പ്രശ്നമല്ല. +1 +2 വരെയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ദെൻ ലെറ്റ് us start the last part. The boy who drew cats. The story of a small boy, young boy, a weak boy. ഒരു ചെറിയ കുട്ടി, ക്ഷീണിതനായ ശരീരത്തോടു കൂടിയൊരു കുട്ടി. ആൻഡ് he couldn't work in the field. അച്ഛനൊപ്പം വയലിൽ പോയി പണിയാൻ പറ്റില്ല. So father decided to send him to a temple to become a acolyte. അതുകൊണ്ട് അവന് ചെയ്യാൻ പറ്റുന്ന ജോലി എന്ന നിലയിൽ അമ്പലത്തിലെ പൗരോഹിത്യ പരിശീലനത്തിൽ പുരോഹിതനായിട്ട് പരിശീലിക്കാൻ. And he was sent to a temple. And the character of that boy was too different. അവൻ്റെ സ്വഭാവത്തിൽ വല്ലാത്തൊരു വ്യത്യാസമുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. He wanted to draw pictures. That's okay. അവന് ചിത്രം വരയ്ക്കണം, വരച്ചോട്ടെ, കുഴപ്പമില്ല. But he only wanted to draw cats. അതാണ് കുഴപ്പം. അവന് ചിത്രം വരയ്ക്കണം, പക്ഷെ പൂച്ചകളുടെ ചിത്രം മാത്രം. Various types of cats. And he was eagerly drawing cats only. ആകാംക്ഷയോടെ വരച്ചുകൊണ്ടിരിക്കുന്നത് പൂച്ചകളെ മാത്രം. And he also began to draw the picture of the cats in the temple, especially on the wall. അമ്പലത്തിലെത്തിയിട്ട് അമ്പലത്തിൻ്റെ ചുവരിലൊക്കെ പൂച്ചകളുടെ ചിത്രമാണ് വരയ്ക്കുന്നത്. ഏതമ്പലമാണെങ്കിലും ഏത് ഇപ്പം ബുദ്ധമതക്കാരതാണെങ്കിലും ഇനി ജൈനമതക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെതാണെങ്കിലും അതുമായിട്ട് ആ ആരാധിക്കപ്പെടുന്ന ദേവതയുമായിട്ടുള്ള ചിത്രങ്ങളാണ് വരയ്ക്കുക. ബട്ട് ഹിയർ വി ക്യാൻ സീ ദ ബോയ് വാസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് കാറ്റ്സ്. അങ്ങനെ ആദ്യത്തെ ടെമ്പിളിൽ നിന്നും ആ പുരോഹിതൻ അവനെ പറഞ്ഞയക്കുന്നു. ഹി നെവർ ലുക്ക് ഇൻ ദ ബുക്സ്. പൗരോഹിത്യം പഠിക്കാൻ വന്നൊരു പുസ്തകത്തിലേക്ക് നോക്കുന്നില്ല, പുസ്തകം വായിക്കുന്നില്ല. ഡ്രോയിങ് കാറ്റ്സ്, പൂച്ചകൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദ kindly priest said, you go to the other temple. കുട്ടി, നീ അവിടെ ധാരാളം പേരുണ്ട്, നീ അടുത്ത ആ ഗ്രാമത്തിലെ അമ്പലത്തിലേക്ക് ചെല്ലും. And he went there. He reached there. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനേക്കാളും നല്ലത് ആ ഗുരു പറഞ്ഞ ഉപദേശപ്രകാരം അവൻ അടുത്ത അമ്പലത്തിലെത്തുന്നു. And it was night. രാത്രി സമയമായിരുന്നു. The temple was closed. അമ്പലം അടച്ചു പോയിരുന്നു. Still there was a light burning. അപ്പോഴും അമ്പലത്തിൻ്റെ ആ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വിളക്ക് കത്തുന്നു. And he went there. അവൻ അവിടെ ചെന്നു. And it was totally closed. പക്ഷേ the front door didn't close. അത് അടയ്ക്കപ്പെട്ടിട്ടില്ല. And he entered the temple to sleep. ഉറങ്ങാനായിട്ടാണ് അവൻ അകത്തേക്ക് പോയത്. പക്ഷേ ഗുരു അവനോട് പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ, തുറസായ സ്ഥലത്ത് കിടന്നുറങ്ങരുത് കുട്ടി, നീ ചെറിയ കുട്ടിയാണ്, ചെറിയ ഇടുങ്ങിയ ഏതെങ്കിലും സ്ഥലത്തെ കിടന്ന് ഉറങ്ങാവൂ, ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. നമുക്ക് വായിച്ചു നോക്കാം.
He thought some priests would be sure to come very soon. എന്തായാലും ഏതെങ്കിലും ഒരു പുരോഹിതനെങ്കിലും ഇവിടെ ഇല്ലാതിരിക്കില്ല, അദ്ദേഹം മുന്നിലേക്ക് വരാതിരിക്കില്ല അവൻ കരുതി. ആൻഡ് ഹി സെറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. കുറേ നേരം അവൻ അവിടെ കാത്തിരുന്നു. ദെൻ ഹി നോട്ടീസ്ഡ് ദാറ്റ് എവറിത്തിങ് ഇൻ ദ ടെമ്പിൾ വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ്. ഈ അമ്പലത്തിനകത്തെ എല്ലാ വസ്തുവകകളും പൊടി പിടിച്ച് നരച്ചു പോയിരിക്കുന്നു. That everything in the temple was grey with dust. കണ്ട, and thickly spun over with cobwebs. മാത്രമല്ല മാറാല കെട്ടിയിരിക്കുന്നു. കോബബ്. The net of the spider. That is ചിലന്തി വല. അതിനർത്ഥം എന്താണ്? For a long time there appeared nobody. അങ്ങോട്ട് ആരും വരാറില്ല. അതുകൊണ്ടാണ് പൊടി പിടിച്ച് ചിലന്തി വല കെട്ടിക്കിടക്കുന്നത്. So he thought to himself that the priests would certainly like to have an acolyte. അതുകൊണ്ട് അവൻ ഉറപ്പിച്ചു, ഇവിടെ ഇത് അടിച്ചു വാരാനും തൂത്തുവാരാനും വൃത്തിയാക്കാനാരുമില്ല. തീർച്ചയായിട്ടും ഇവിടുത്തെ പുരോഹിതന്മാർ അല്ലെങ്കിൽ പുരോഹിതൻ എന്നെ അക്കോലൈറ്റായിട്ട് ഒരു പരിശീലകനായിട്ട് സ്വീകരിക്കുന്നവൻ ഉറപ്പിച്ചു. ആൻഡ് ഹി വാസ് ഹാപ്പി. അതുകൊണ്ട് അവന് സന്തോഷമാണ് തോന്നി. എന്തായാലും ജോലി കിട്ടുമെന്ന് അവന് തോന്നി. an acolyte to keep the place clean. മിനിമം അതിനകം തൂത്തുവാരാനെങ്കിലും വൃത്തിയാക്കാനെങ്കിലും ആൾ വേണ്ടേ. He wondered why they had allowed everything to get so dusty. പിന്നെ അവൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ വസ്തുക്കളൊക്കെ ഇങ്ങനെ പൊടിക്ക് പിടിച്ച് കിടക്കാൻ അനുവദിച്ചത്? വൈ നോട്ട് എനിബഡി ക്ലീൻ ഇറ്റ്? എന്തുകൊണ്ട് ആരും ഇത് വൃത്തിയാക്കുന്നില്ല? വൈ ഇസ് ഇറ്റ് സോ? എന്താണ് ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കാൻ കാരണം? എന്തായിരിക്കാൻ കാരണം? വാട്ട് മോസ്റ്റ് പ്ലീസ്ഡ് ഹിം, however, even though show you this, എന്നാൽ പോലും അവനൊരു സന്തോഷം തോന്നിയ കാര്യമുണ്ട്. എന്നിരുന്നാലും അല്ലെങ്കിൽ എന്നാൽ പോലും വാട്ട് ഈസ് ദ മാറ്റർ? എന്താ അവിടെ സന്തോഷം തോന്നിയ കാര്യം? ദാറ്റ് ഹി ബിക്കേം ഹാപ്പി എന്ന് പറഞ്ഞു. നോക്കൂ, ദാറ്റ് പ്ലീസ്ഡ് ഹിം, അവനെ സന്തോഷിപ്പിച്ചൊരു കാര്യം. ദാറ്റ് വാസ്, നോക്കൂ, വേർ സം ബിഗ് വൈറ്റ് സ്ക്രീൻസ്. ചിത്രം വരയ്ക്കാൻ പറ്റിയ സ്ക്രീനുകൾ. എത്ര സ്ക്രീനാണ്? വൈറ്റ് സ്ക്രീന് മാത്രം. ഗുഡ് ടു പെയിൻറ്റ് ക്യാറ്റ്സ്. ഉടനെ തോന്നി ചിത്രം വരച്ച് കളിക്കാം. ഈ ഇത്രയും സ്ക്രീനുകൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ചിത്രം വരയ്ക്കാം. ആൻഡ് ദോ ഹി വാസ് ടയേർഡ്, അവന് ടയേർഡായിരുന്നെങ്കിലും വീക്കായിരുന്നെങ്കിലും ക്ഷീണിതായിരുന്നു. ഹി വാസ് വാക്കിംഗ് ഫോർ എ ലോങ് ടൈം. ഏറെ സമയം നടക്കുന്നവൻ ഇത്രയും. ഫ്രം ദ ഓൾഡ് ടെമ്പിൾ ടു ദിസ് ന്യൂ ടെമ്പിൾ, ഈ അവൻ എത്തിച്ചേർന്ന ഈ പുതിയ അമ്പലം വരെ നടന്നതാണ്. ഹി വാസ് വീക്ക്, ഹി വാസ് ടയേർഡ്, ക്ഷീണിതനായിരുന്നു. എന്നാലും അവന് സന്തോഷമായി. ഹി ലുക്ക്ഡ് അറ്റ് വൺസ് ഫോർ എ റൈറ്റിംഗ് ബോക്സ്. ഒരു റൈറ്റിംഗ് ബോക്സ് കിട്ടിയിരുന്നെങ്കിൽ, ആൻഡ് ഫൗണ്ട് വൺ, കിട്ടി, ഒരെണ്ണം കിട്ടി ഇവിടെ നിന്ന്. ആൻഡ് ഗ്രൗണ്ട് സം ഇങ്ക്, മാത്രമല്ല കുറച്ച് മഷി സംഘടിപ്പിച്ചു. ആൻഡ്
began to paint cats. ആരോ അവന് വേണ്ടി കരുതി വെച്ചതുപോലെ, somebody kept it for him. ആരോ അവന് വേണ്ടി സൂക്ഷിച്ചു വെച്ചതുപോലെ. സ്ക്രീൻസ് വേർഡ്, സ്ക്രീൻ ഉണ്ടായിരുന്നു. ആൻഡ് റൈറ്റിംഗ് മെറ്റീരിയൽസ് വേർഡ്, പെൻ ഓർ പെൻസിൽ ലൈക്ക് ദാറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇങ്ക് വാസ് ദർ. ആൻഡ് the strange thing was that all other things were dusty and dirty. മറ്റുള്ള സാധനങ്ങളൊക്കെ പൊട്ടി പിടിച്ച് ചളി പിടിച്ച് കിടക്കാണ്. ആൻഡ് ദിസ് യങ് ബോയ് വാസ് ഹാപ്പി. വൈ? സാധാരണ കുട്ടിക്ക് നടന്നു വന്ന് ക്ഷീണിച്ചിട്ട് കുടിക്കാനോ കഴിക്കാനോ കിട്ടുമ്പോഴുള്ള സന്തോഷമല്ല അവിടെ. ഹി ഡിഡ്ന്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. അതിനെപ്പറ്റി അവൻ ചിന്തിച്ചില്ല. ഹി ഗോട്ട് സം സ്റ്റഫ് ടു ഡ്രോ ദ പിക്ചർ. ചിത്രം വരയ്ക്കാൻ ചില സാധനങ്ങൾ കിട്ടി. ഹി പെയിന്റഡ് എ ഗ്രേറ്റ് മെനി കാറ്റ്സ്. ഒത്തിരി പൂച്ചകൾ വരച്ചു upon the screens. And then he began to feel very sleepy. വലിയ പൂച്ചകൾ, കുറേ പൂച്ചകൾ വരച്ചു. ആൻഡ് ഹി ഫെൽറ്റ് സ്ലീപ്പി. വരച്ച് ഉറക്കം നോക്കിപ്പോയി. സ്ലീപ്പി SLEEPY. എന്താണ്? ഫീലിംഗ് സ്ലീപ്പ് മീൻസ് ഉറക്കം തൂങ്ങുന്ന. And he was tired, and ignoring that, അത് അവഗണിച്ചുകൊണ്ട് he drew many pictures of the cats. പല ചിത്രങ്ങളും വരച്ചു, പൂച്ചകളുടെ ചിത്രം. And he became sleepy. അവനോട് ഉറക്കം തൂങ്ങിപ്പോയി. He was just on the point of lying down to sleep. Lying down. Lying to sleep. ഉറങ്ങാൻ കിടക്കുക. അവൻ അവിടെ വീണ് ഉറങ്ങിപ്പോകുന്നതായി. അത്രയും അവൻ ഉറക്കം തോന്നി. ലൈങ് ടു സ്ലീപ്പ്, ലൈ കിടക്കുക. ലൈങ് കിടന്നു. ഡൗൺ, അപ്പം താഴെ കിടന്നുറങ്ങും. ടു സ്ലീപ്പ് ബിസൈഡ് വൺ ഓഫ് ദി സ്ക്രീൻസ്. എവിടെ തന്നെയാണ് കിടന്നത്? വെരി നിയർ ടു ദി സ്ക്രീൻ. സ്ക്രീനിനടുത്ത് അവന് കിടന്നുറങ്ങും. വെൻ ഹി സഡൻലി റിമെമ്പേർഡ് ദ വേർഡ്സ്. അങ്ങനെ ഓപ്പൺ സ്പേസിൽ കിടക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഹി റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദാറ്റ് ഓൾഡ് പ്രീസ്റ്റ്, ദാറ്റ് ഹിസ് ഗുരു. അവൻ്റെ ഗുരുവിൻ്റെ വാക്കവൻ ഓർത്തത്. എന്തായിരുന്നു ഗുരു പറഞ്ഞത്? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ. ഗുരു പറഞ്ഞു അവോയ്ഡ്, ഒഴിവാക്കൂ. അവോയ്ഡ് മീൻസ് ഒഴിവാക്കുക. ഓപ്പൺ സ്പേസ്, ഓപ്പൺ സ്പേസ് ഒഴിവാക്കണമെന്ന് ഗുരു പറഞ്ഞത്. അവോയ്ഡ് ലാർജ് സ്പേസ്, അതാണ് ഓപ്പൺ സ്പേസ്. ആൻഡ് കീപ് ടു സ്മോൾ, ചെറിയ ഏതെങ്കിലും ഇടത്തിൽ കിടന്നുള്ളൂ. എല്ലാവരും കാണുക ആ തുറന്ന സ്ഥലത്ത് കിടക്കേണ്ടെന്ന് പറഞ്ഞു. ഇതായിരുന്നു ഗുരു പറഞ്ഞത്. ദി ടെമ്പിൾ വാസ് വെരി ലാർജ് ആൻഡ് ദാറ്റ് വാസ് എ ഹ്യൂജ് ടെമ്പിൾ, ബിഗ് ടെമ്പിൾ. വലിയ അമ്പലമായിരുന്നു. ദ ടെമ്പിൾ വാസ് വെരി ലാർജ്. ഹി വാസ് ഓൾ അലോൺ. അവനാണെങ്കിലും ഓൾ അലോൺ, തികച്ചും തനിയെ. ദാറ്റ് മീൻസ് സിംഗിൾ. അവൻ്റെ കൂടെ ആരുമില്ല. അവനെ രക്ഷപ്പെടുത്താൻ, അവനെ സഹായിക്കാൻ ആരുമില്ല. അവനാണെങ്കിൽ ഒറ്റയ്ക്കാണ്. ആൻഡ് ഹി വാസ് ഓൾ അലോൺ. ആൻഡ് ആസ് ഹി തോട്ട് of these words, so one thing he did very nice. ഒരു കാര്യം അവൻ വളരെ നന്നായി ചെയ്തു. എന്താണ് ചെയ്തത്? he just remembered the words of his guru. തൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ ഓർത്തു. what the guru had said. എന്താ ഗുരു പറഞ്ഞിരുന്നത്?
അവോയ്ഡ് ഓപ്പൺ സ്പേസ്, ലാർജ് സ്പേസ്. നോക്കൂ കുട്ടി, നീ കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, തുറസായ സ്ഥലത്ത് കിടക്കരുത്. യു ആർ വെരി സ്മോൾ, സോ യു സ്ലീപ്പ് ബിഹൈൻഡ് സംതിങ്. നീ എന്തിൻ്റെങ്കിലും പിറകിലോ എവിടെയെങ്കിലും ഒളിച്ച് കിടന്ന് ഉറങ്ങണം, ഒറ്റയ്ക്കായതുകൊണ്ട്. ഇപ്പോഴവൻ ഒറ്റയ്ക്കാണ്, അവൻ ഉറക്കം വന്നു, അവൻ കിടക്കുകയാണ്. ഓഫ് ദീസ് വേർഡ്സ് ദോ ഹി കുഡ് നോട്ട് ക്വയറ്റ് അണ്ടർസ്റ്റാൻഡ് ദം. പക്ഷേ ആ ഗുരു പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പോഴവന് മനസ്സിലായിരുന്നില്ല. And you know that priest was a man who can see the future. ഭാവി കണ്ടറിയാൻ കഴിവുള്ള ആളായിരുന്നു ആ ഗുരു. അയാൾക്കറിയാമായിരുന്നു എന്തിനാണ് ഇവൻ ഇങ്ങനെ പൂച്ചകളെ വരയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ആരോ അവനെ അങ്ങനെ തോന്നിപ്പിക്കുകയാണ്. യെസ്, സം സൂപ്പർ നാച്ചുറൽ പവർ, ഏതോ ഒരു മനുഷ്യാതീത ശക്തിയാണ് അവനെ കൊണ്ടത് ചെയ്യിക്കുന്നത്. അത് അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ആ അമ്പലത്തിലേക്ക് പോയിക്കൊള്ളൂ, അത് നീ ഇവിടെയല്ല വേണ്ടത്, അവിടെയാണ് വേണ്ടത്. അവൻ അവിടെ എത്തി. മറ്റൊന്നും കൂടി പറഞ്ഞിരുന്നു, ഡോണ്ട് സ്ലീപ്പ് ഇൻ ദി ഓപ്പൺ സ്പേസ്. തുറസായ സ്ഥലത്ത് കിടന്ന് ഉറങ്ങരുത്, മറക്കണം. അവൻ ഓർത്തു, അവൻ തുറസായ സ്ഥലത്ത് കിടന്നില്ല. ആൻഡ് ഫീൽ ഫോർ ദി ഫസ്റ്റ് ടൈം എ ലിറ്റിൽ എഫ്രൈഡ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ അല്പം ഭയം തോന്നി. അമ്മ, ഒറ്റയ്ക്കാണല്ലോ, അമ്പലത്തിൽ ആരുമില്ല. അപ്പോഴവന് ഗുരു പറഞ്ഞ വാക്കുകൾ ഓർത്തു, തുറസായ സ്ഥലത്ത് കിടക്കണ്ട. ആൻഡ് ഹി റിസോൾവ്, ഇവിടെയാണ് എഴുതുന്നത്. റിസോൾവ് മീൻസ് ഡിസൈഡ്, തീരുമാനിക്കുക. അങ്ങനെ അവൻ തീരുമാനിച്ചു. റിസോൾവ്ഡ്, ഡിസൈഡഡ്. അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. വാട്ട് വാസ് ഇറ്റ്? ഹി റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. ഹി വാണ്ടഡ് എ സ്മോൾ പ്ലേസ്, ലൈക്ക് എ ബോക്സ്, ഒരു ചെറിയ പെട്ടി മാതിരിയുള്ള ഒരു സ്ഥലം, ഒരു ചെറിയ സ്ഥലം അവൻ തിരഞ്ഞു. ആൻഡ് ഹി ഫൗണ്ട് ലിറ്റിൽ ക്യാബിനറ്റ്, ഒരു ചെറിയ ക്യാബിനറ്റ് കിട്ടി. വിത്ത് എ സ്ലൈഡിങ് ഡോർ, അതിന് സ്ലൈഡ് ചെയ്യുന്ന, അതായത് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ഒരു വാതിലുമുണ്ട് ചെറിയ, അത് പറ്റി. ദെൻ ഹി ലേഡ് ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് അസ്ലീപ്പ്. അങ്ങനെ അവൻ കിടന്നു ഗാഢനിദ്രയിലായി. ദെൻ വെരി ലേറ്റ് ഇൻ ദ നൈറ്റ് ഹി വാസ് അവേക്കൻഡ്. രാത്രി വളരെ വൈകിയാണ്, അവനെന്തൊക്കെ ശബ്ദം കേട്ടു. അവൻ ഉണർന്നു പോയി. വേക്ക് ഉണരുക, ഇവിടെ വേക്കൻ അവനോട് ഉണർന്നു പോയി. ബൈ എ മോസ്റ്റ് ടെറിബിൾ നോയ്സ്, ഒരു ഭീകരമായ ടെറിബിൾ, ഭീകരമായ ഭയാനകമായ ശബ്ദം കേട്ടു. എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ്, ഷണ്ഠയുടെ, പോരാട്ടത്തിൻ്റെ ഫൈറ്റിംഗ് സൗണ്ടാണ് കേൾക്കുന്നത്. ഈസ് ഇൻ ദ ബോക്സ്, നോബഡി ക്യാൻ സീ ഇറ്റ്. അവനാരും കാണുന്നില്ല, ബട്ട് ഹി ക്യാൻ സീ. പക്ഷെ അവന് കാണാം, പക്ഷെ അവന് പേടിച്ചിട്ട് കണ്ണുറക്കാൻ പറ്റുന്നില്ല. സച്ച് എ സ്ട്രോങ് ഫൈറ്റ്, സച്ച് സ്ട്രോങ് ആൻഡ് ഹൊറിബിൾ സൗണ്ട്സ്, ഭീകരമായ ശബ്ദങ്ങൾ, അതാണ് അവൻ കേൾക്കുന്നത്. Terrible means fearful, ഭയാനകമായ, എന്തൊക്കെയോ ഭയാനകമായ ശബ്ദം കേട്ടു. ആൻഡ് മോസ്റ്റ് ടെറിബിൾ നോയ്സ്, നോയ്സ് ശബ്ദം, എ നോയ്സ് ഓഫ് ഫൈറ്റിംഗ്, പൊരുതുന്ന ശബ്ദം. ആൻഡ് സ്ക്രീമിങ്, crying loudly. അലറി കരയുക. അങ്ങനെ അലറി കരയുന്ന ശബ്ദം കേട്ടു. It was so dreadful. It became terrible.
വീണ്ടും കൊടുക്കാം. ഫിയർഫുൾ, ഭയാനകമായ. കണ്ടോ? എന്തൊക്കെ വാക്കിട്ട്? ടെറിബിൾ, ഡ്രെഡ്ഫുൾ, ഫിയർഫുൾ. ഇനിയുണ്ട് വാക്ക്. കണ്ടോ? ഹൊറിബിൾ, മറ്റേ വാക്കാണ് HORRIBLE. ഇതൊക്കെ ഭയാനകമായിട്ടുള്ള വാക്ക്. എന്തൊക്കെ വായി? ഡ്രെഡ്ഫുൾ ഉണ്ട്, ടെറിബിൾ ഉണ്ട്, ഫിയർഫുൾ ഉണ്ട്, ഹൊറിബിൾ ഉണ്ട്. ഇതൊക്കെ ഭയാനകമായ എന്നുള്ള അർത്ഥം കിട്ടുന്ന പദങ്ങളാണ്. ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിങ്. ഇറ്റ് വാസ് എ ഡ്രെഡ്ഫുൾ and that he was afraid even to look through a chink of the little cabinet. ആ ചെറിയ ക്യാബിനറ്റിൻ്റെ തുളയിലൂടെ, ആ ഡോട്ടിലൂടെ ഒന്ന് നോക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. he got afraid of. അവൻ ഭയന്നുപോയി. അത്ര ശക്തമായ അടിയാണ് അവിടെ നടക്കുന്നത്. he lay very still. പഠിച്ച വാക്കാണ് ലേ, കിടന്നു. സ്റ്റിൽ, നിശബ്ദനായി, നിശ്ചലനായി. അവനവിടെ നിശ്ചലനായി കിടന്നു, അനങ്ങാണ്ട് അവിടെ അതിനുള്ളിൽ കിടന്നു, ആ ബോക്സിനുള്ളിൽ. ദ ലൈറ്റ് ദാറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ വെന്റ് ഔട്ട്. വെച്ച വിളക്കപ്പഴക്കം കെട്ടുവരുന്നു. ബട്ട് ഹി the awful sounds, awful, ഇതൊക്കെ തന്നെ ഫിയർഫുൾ, ഭീകരമായ. പക്ഷെ ഭീകരമായ ശബ്ദങ്ങൾ കുറച്ചു നേരം കൂടെ തുടർന്നു. വെളിച്ചമൊന്നുമില്ല. ആൻഡ് became more awful. അതൊന്നുകൂടി ഭീകരമായി. ആൻഡ് all the temple shook. അമ്പലങ്ങനെ കൂലിങ്ങി വിറയ്ക്കും പോലെ. After a long time, silence came. പിന്നെ കുറേ നേരം പോരാട്ടമാണ്. ഫൈറ്റ്, സൗണ്ട്സ് ആൻഡ് സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സൈലൻസ്. പിന്നെല്ലാം ശാന്തമായി. ബട്ട് ദി ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. പക്ഷെ അപ്പോഴും അവന് പുറത്ത് വരാൻ ഭയം തോന്നി. ഹി ഡിഡ്ന്റ് മൂവ് until the light of the morning sun shone into the cabinet. Until aduvare. Until means up to that. Aduvare. ആ പ്രഭാത സൂര്യൻ്റെ കിരണം പതിക്കും വരെ, വെളിച്ചം വരും വരെ, എല്ലായിടത്തും വെളിച്ചം വരും വരെ അവൻ പുറത്തു വന്നില്ല. അതിനർത്ഥം വെളിച്ചം വന്നപ്പോഴാണ് when the dawn came appeared. dawn, ഉഷസ് വന്നപ്പോഴാണ് അവൻ പുറത്ത്, ആ പെട്ടിക്കകത്തും പുറത്ത്, ക്യാബിനകത്തിന് അകത്തും പുറത്ത് വന്നത്. ആൻഡ് മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ cabinet through the chinks. ആ ചിങ്സ്, സ്മോൾ ഹോൾസ്, ചെറു തുളകൾ. ആ ചെറു തുളകൾക്കിടയിലൂടെ സൂര്യപ്രകാശം ആ ക്യാബിനറ്റിനകത്ത് പതിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ആ അലമാരയ്ക്കകത്ത് പതിച്ചപ്പോഴാണ്, ഇറ്റ്സ് എ സ്മോൾ ക്യാബിനറ്റ്, ഒരു ചെറിയ അലമാരയാണ്, പെട്ടിമാതിരിയുള്ള, അടയ്ക്കാൻ പറ്റുന്ന, തുറക്കാൻ പറ്റുന്ന, അവൻ പുറത്തേക്ക് വന്നത്. Then he got out of his hiding place. അവൻ ഒളിച്ചിരിക്കുന്ന, ഹൈഡിങ്, ഒളിച്ചിരിക്കുന്നു. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും പുറത്തു വന്നു. ഹൈഡിങ് പ്ലേസിൽ നിന്ന്. ഹൈഡിങ് പ്ലേസ്. വെരി കോഷ്യസ്ലി, വളരെ ശ്രദ്ധയോടെ. CAUTIOUSLY, കെയർഫുള്ളി മീൻസ് ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധയോടെയാണ് പുറത്തു വന്നത്. ദാറ്റ് മീൻസ് ലാസ്റ്റ് നൈറ്റ് ഹി ഹാഡ് ഹിയർഡ് വെരി മെനി സൗണ്ട്സ്. പല ശബ്ദം കേട്ടിരുന്നു. ഹൊറിബിൾ, ടെറിബിൾ, ഫിയർഫുൾ, ഓഫുൾ, ഭീകരമായ ശബ്ദങ്ങൾ. എന്താണ് അവസ്ഥ? അവൻ പുറത്തേക്ക് വന്നു മെല്ലെ.
the first thing he saw was that all the floor of the temple was covered with the blood. എന്താ കണ്ട കാഴ്ച? അമ്പലത്തിൻ്റെ തറയാകെ, അകത്തെ തറയാകെ രക്തം നിറഞ്ഞു കിടക്കുകയാണ്. അവിടെ മുഴുവൻ രക്തമാണ്, വിത്ത് ബ്ലഡ്. ആൻഡ് ദെൻ he saw lying dead in the middle of it. ആ രക്തകളത്തിന് നടുവിലായിട്ട് അതാ മരിച്ചു കിടക്കുന്നു an enormous monstrous rat. എലിയുടെ രൂപത്തിലുള്ള വലിയ, അതായത് സത്യത്തിൽ ഒരു സിംഹത്തിന് ഒപ്പമോ ഒരു പോത്തിൻ്റെ അത്രയൊക്കെ വലുപ്പമുള്ള, പൂച്ചകളെക്കാൾ എത്രയോ വലുപ്പമുള്ള എലിയുടെ രൂപത്തിലുള്ള ഒരു പിശാച്. അതായിരുന്നു റാറ്റ്. എ ഗോബ്ലിൻ കണ്ട, എ ഗോബ്ലിൻ റാറ്റ്. അതായത് ദുഷ്ടജീവികൾ പല രൂപത്തിൽ വരും. അങ്ങനെ ഒരു ദുഷ്ടജീവിയാണത് ഗോബ്ലിൻ. റാറ്റ് രൂപത്തിലാണ്. റാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതാണ്, ലൈക്ക് എ സ്മോൾ ഹിൽ, ഒരു വലിയ പാറത്തട്ടോളം വലുപ്പമുള്ള ഒരു വലിയ ബിഗർ ദാൻ എ കൗ. കണ്ടോ, ബിഗർ ദാൻ എ കൗ. ഒരു പശുവിനേക്കാളും വലിപ്പമുണ്ട്. ഒരു കാളക്കൂട്ടൻ്റെ അല്ലെങ്കിൽ ഒരു കാളക്കൂറ്റൻ്റെ അത്ര വലുപ്പമുള്ള ഒരു റാറ്റ്. ദാറ്റ് വാസ് ദ ഗോബ്ലിൻ ഓഫ് ദ ഡെവിൾ ഓർ ഡെമൺ ഓഫ് ദാറ്റ് ടെമ്പിൾ. ഇതൊക്കെ പറയാം. ആ അമ്പലത്തിനുള്ളിൽ അധിവസിച്ചിരുന്ന പിശാചായിരുന്നത്, ഡെമണായിരുന്നു, രാക്ഷസനായിരുന്നു, ഡെവിളായിരുന്നത്. ഇറ്റ് വാസ് ഇൻ ദ ഫോം ഓഫ് എ. അപ്പം ഈ ഉൾക്കാഴ്ച കൊണ്ടാണ് ഈ പുരോഹിതൻ ഈ കുട്ടി ചിത്രം വരയ്ക്കുന്നത്. അത്ര എന്താണ് ഇപ്പോൾ എലിയും പൂച്ചയും തമ്മിൽ ബന്ധമുണ്ടല്ലോ, റൈവൽസ്, എതിരാളികളാണ്. അപ്പോൾ ആ റാറ്റിനെ, ആ ഗോബ്ലിനെ കൊല്ലാൻ, വധിക്കാൻ നിയുക്തനായത് ഈ കുട്ടിയാണ്. അതിന് നിയുക്തനാണ് അവൻ. അതുകൊണ്ടാണ് അവൻ ഈ പൂച്ചകളെ വരച്ചത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ വരച്ച പൂച്ചയെ നമ്മൾ ബന്ധം നോക്കുക, ലാസ്റ്റ് പാർട്ട് നോക്കിയാൽ കാണുക. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? പക്ഷെ ആര് കൊന്നു? എന്താണ് ഈ പശുവിനേക്കാളും വലിയ ഈ എലിയെ കൊന്നത്? ദർ വാസ് നോ മാൻ ഓർ അതർ ക്രീച്ചർ ടു ബി സീൻ. ഇല്ല, അവിടെ ഒരു മനുഷ്യനെ കാണാനില്ല. അല്ലെങ്കിൽ പശുവിനേക്കാളും അല്ലെങ്കിൽ ഒരു വെട്ടുപോത്തിൻ്റെ, ഒരു കാട്ടുപോത്തിൻ്റെ അത്രയുള്ള ഈ പൂച്ചയെ കൊല്ലണമെങ്കിൽ വലിയ ഏതെങ്കിലും ജീവൻ്റെ, സിംഹത്തിനേക്കാളൊക്കെ വലിയ ജീവിയായിരിക്കണ്ടേ? അങ്ങനെയൊന്നും കാണുന്നില്ല. Suddenly the boy observed that the mouth of all the cats. അപ്പോഴാണ് അവൻ താൻ ഇന്നലെ വരച്ച പൂച്ചകളുടെ ചിത്രത്തിലേക്ക് നോക്കിയത്, അവയുടെ വായിലേക്ക് നോക്കിയത്. He had drawn the night before were red and wet with blood. ചുവരിൽ അവൻ വരച്ചു വെച്ചിരിക്കുന്ന പൂച്ചകളുടെ വായിൽ നിന്ന്, ചിത്രത്തിൽ നിന്ന് രക്തമൊലിക്കുന്നു. ഇറ്റ് വാസ് വെറ്റ്, നനഞ്ഞിരിക്കുന്നു. വെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നനഞ്ഞ. വെറ്റ്, നനഞ്ഞ. ഓപ്പോസിറ്റ് ഡ്രൈ, ഉണങ്ങിയ, വരണ്ട, വരണ്ടത്. ഡ്രൈൻ്റെ ഓപ്പോസിറ്റാണ് വെറ്റ്, വെറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഡ്രൈ. സോ ദ mouth of the cat was wet and had been so and wet with the blood. Then he knew that the goblin had been killed by the cats which he had drawn. അപ്പോഴാണ് അവന് മനസ്സിലായത്, താൻ വരച്ച പൂച്ചകൾ അവ ജീവനുള്ളവയായി പുറത്തു വന്നിട്ട് ആ പൂച്ചക്കൂട്ടങ്ങൾ എല്ലാം കൂടിയാണ് ഈ ശത്രുവായ ഭീകരനായ ഗോബ്ലിനെ എലിയെ വകവരുത്തിയതെന്ന്. ആൻഡ് ദെൻ ഓൾസോ ഫോർ ദ ഫസ്റ്റ് ടൈം ഹി അണ്ടർസ്റ്റുഡ് വൈ ദ വൈസ് ഓൾഡ് മാൻ, ആ ഓണസ്റ്റ് പ്രീസ്റ്റ് ഹാഡ് സെഡ് ടു ഹിം. അപ്പോഴാണ് അവന് മനസ്സിലായത് എന്തിനാണ് പുരോഹിതൻ തന്നോട് പറഞ്ഞത്, അവോയ്ഡ് ലാർജ് പ്ലേസസ് ആൻഡ് കീപ് ടു എ സ്മോൾ പ്ലേസ് എന്ന്. ആ റാറ്റിൻ്റെ, ഗോബ്ലിൻ്റെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവന് ആ ഉപദേശം കൊടുത്തത്. യെസ്, കഴിഞ്ഞു. ആഫ്റ്റർവേർഡ് that boy became a very famous artist.
ആ കുട്ടിയാണ് പിന്നീട് പ്രശസ്ത കലാകാരനായി മാറിയത്. സം ഓഫ് ദ കാറ്റ്സ് വിച്ച് ഹി ഡ്രൂ ആർ സ്റ്റിൽ ഷോൺ ടു ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. അന്ന് അവൻ വരച്ച ആ ചിത്രങ്ങൾ ഇന്നും യാത്രക്കാർക്ക് ആകർഷകമായിട്ട് അവിടെ ഉണ്ട് പോലും. സോ ദിസ് ഈസ് ദ എൻഡ്.